ഈശോയിൽ സ്നേഹമുള്ളവരെ, യേശുനാമം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ നാമത്തിൻ്റെ ശക്തി എത്രത്തോളമെന്ന് ഇന്ന് പലർക്കും അറിയില്ല. യേശുവിൻ്റെ നാമം പരിശുദ്ധ നാമമാണ്, രക്ഷയുടെ നാമമാണ്. ഈ നാമം ഇടവിട്ട് ഉച്ചരിക്കുമ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കൊച്ചു സംഭവം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. എനിക്ക് പൊതുവെ മനസ്സിന് ഒത്തിരി വിഷമം അല്ലെങ്കിൽ ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് സാധാരണ യേശുനാമം തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരിക്കും. യേശുവേ 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 എന്ന് വെറുതെ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് ശാന്തമാകും. ദൈവസ്നേഹം ഉള്ളിലിങ്ങനെ വന്ന് നിറയുന്നൊരനുഭവം ഉണ്ടാകും. വിഷമങ്ങളൊക്കെ എവിടെയോ പോയി മറയുന്നത് പോലെ തോന്നും. ഇത് ശരിക്കും ഒരു മരുന്നാണ് കേട്ടോ. ആർക്കും എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മനസ്സ് സംഘർഷമാകുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. ആ ഒരു മാറ്റം അറിയാനായിട്ട് പറ്റും. അത്രമാത്രം ശക്തിദായകമാണ് യേശുവിൻ്റെ നാമം. ഒരിക്കലേ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയി. അവിടുത്തെ അങ്കിൾ ഒരു ഇത്തിരി മദ്യപിക്കുന്ന ഒരാളാണേ. വൈകുന്നേരമൊക്കെ ആയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ആൻറ്റി അങ്കിളും തമ്മിൽ വഴക്കായി. വഴക്ക് രൂക്ഷമായപ്പോൾ ചീത്തവിളിയായി. അങ്ങനെ ആകെ പ്രശ്നമായി. കണ്ടുനിന്ന എനിക്ക് പേടിയായി. എനിക്കിങ്ങനെ വഴക്കൊക്കെ കൂടുന്ന കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ആ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഞാനന്ന് എനിക്ക് തോന്നുന്നു ഒരു 20-21 വയസ്സൊക്കെ പ്രായമുള്ളൊരു സമയമാണ്. ആ ഒരു കാലഘട്ടത്തിൽ TV-യിൽ ഒരു വൈകുന്നേര സമയത്ത് നമ്മുടെ വട്ടായിൽ അച്ഛൻ്റെ ഒരു അഭിഷേകാഗ്നി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്കറിയാം. എല്ലാ ഞായറാഴ്ചകളിലുമുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ അത് ഞാനിങ്ങനെ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ കാണുമായിരുന്നു. അപ്പോൾ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ ആ ഒരു ടോക്കുകളൊക്കെ കേട്ടിട്ടാണ്. അന്നൊന്നും അങ്ങനെ ഒത്തിരി മൊബൈലൊന്നും ഉപയോഗിക്കുന്ന ഒരു കാലമല്ലായിരുന്നു. അന്ന് എനിക്ക് ഒത്തിരി പ്രാർത്ഥനകളും അറിയില്ലായിരുന്നു. ആ ഒരു കാലഘട്ടം മുതലാണ് ഈ യേശുനാമം ഉരുവിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വഴക്ക് ഇങ്ങനെ കൂടി വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അച്ഛൻ പറഞ്ഞു തന്ന പല കാര്യങ്ങൾ ഓർമ്മയിൽ വന്നു. ഞാൻ വേഗം അവിടെ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ നാമം ഉരുവിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവർ വഴക്ക് ശക്തമാകുന്നതനുസരിച്ച് ഞാൻ യേശുവേ 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 എന്നിങ്ങനെ വേറെ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. യേശുവേ യേശുവേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഒരു സ്വിച്ച് ഇട്ട പോലെ അവർക്കിടയിൽ വഴക്ക് അവസാനിക്കുകയാണ്. എന്നിട്ട് അങ്കിള് ശാന്തമായിട്ട് ആ മുറിയിലേക്ക് പോയി കിടക്കുന്നു. പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കുടുംബങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ തടയിടാൻ യേശുനാമം ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് അന്ന് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി. യേശുവിൻ്റെ പേര് കേൾക്കുന്നതേ സാത്താന് ഭയമാണ്. അതുകൊണ്ട് ആരും ഇത് നിസ്സാരമായി കാണരുത്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊക്കെ പലരും മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്, യേശുനാമം ഉരുവിടുക എന്നത്. ഓരോ പ്രാവശ്യവും യേശുവെന്ന് നമ്മൾ പറയുമ്പോൾ യേശുവിൻ്റെ രക്ഷിക്കുന്ന രക്തം നമ്മുടെ ആത്മാക്കൾക്ക് നാം നൽകുകയാണെന്നാണ് യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല മരണം ലഭിക്കാനും ശുദ്ധീകരണ സ്ഥലത്തിലെ കാലാവധി കുറയ്ക്കാനുമെല്ലാം യേശുനാമം ഉച്ചരിച്ചാൽ മതിയത്രേ. എല്ലാ വിശുദ്ധരും യേശു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഈ ലോകവാസം വെടിഞ്ഞിട്ടുള്ളത്. യേശുനാമം കൂടെ കൂടെ ആവർത്തിച്ചു പറയുന്ന ശീലമുള്ളവൻ സന്തോഷത്തോടെ മരിക്കുമെന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞിട്ടുള്ളത്. ഈശോ സഭാ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോള താൻ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിന് പേര് നൽകിയതിനു പിന്നിലും ഈശോയോടുള്ള അദമ്യമായ സ്നേഹമായിരുന്നുവത്രേ. യേശുനാമം ഇടവിടാതെ ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ വാഴ്ത്തപ്പെട്ട ഗൈൽസ് വായുവിലേക്ക് ഉയർത്തപ്പെട്ടതായി ജീവചരിത്രം പറയുന്നു. വിശുദ്ധ എഡ്മണ്ടിനും യേശുനാമത്തോട് വലിയ ഭക്തിയുണ്ടായിരുന്നു. പിതാവായ ദൈവം നൽകിയ നാമമാണ് യേശുവിൻ്റെ നാമം. എല്ലാ നാമത്തിനും ഉപരിയായ നാമം. പിശാചുക്കൾ ഞെട്ടി വിറയ്ക്കുന്ന നാമം. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന നാമമാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമം ഉരുവിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്ന് പറയുന്നത്. സ്വർഗം തുറക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. നമ്മളെ ദൈവ മക്കളാക്കുന്ന നാമമാണ്.
പാപമോചനം നൽകുന്ന നാമമാണ്. രോഗശാന്തി നൽകുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. രോഗികളൊക്കെ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രക്ഷയ്ക്കുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. സകലത്തിൻ്റെ മേലും അധികാരമുള്ള നാമം, പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം. യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് നൽകപ്പെടുകയാണ്. പരിശുദ്ധാത്മാവോട് നമ്മൾ നിറയുകയാണ്. അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ട നാമമാണ് യേശുവിൻ്റെ നാമം. കണ്ടോ, എത്രമാത്രം ശക്തിദായകമാണ് യേശുവിൻ്റെ നാമം. യേശുനാമം അതിശയ നാമം എന്നാണല്ലോ പാട്ടിലൊക്കെ നാം പാടുന്നത്. അതെ, യേശുനാമം അതിശയകരമായ നാമമാണ്. അത് നാം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. യേശു നമ്മെ അനുഗ്രഹിക്കും, ഉറപ്പ്. ആ നാമം ചൊല്ലുന്നത് വഴി ക്രമേണ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങളുണ്ടാകും, വലിയ മാറ്റങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും.